നമ്മുടെ തലപതി വിജയുടെ വൈഫ് സംഗീത ഒരു ഡിവോഴ്സ് സൈഡായിട്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ്. അതായത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വിജയ്ക്ക് മറ്റൊരു നടിയുമായി ബന്ധമുണ്ടായിരുന്നു. അത് നിർത്താൻ വേണ്ടി ആവശ്യപ്പെട്ടു. പക്ഷേ അത് വീണ്ടും കണ്ടിന്യൂ ചെയ്തു. അതുകൊണ്ട് അത് പറ്റുന്നില്ല. പിന്നെ അത് മാത്രമല്ല മക്കൾക്കും ഈ കാര്യത്തിൽ ബുദ്ധിമുട്ടുണ്ടെന്നൊക്കെ പറയുന്നു. ഈ ഒരു കാര്യത്തിൽ ഇത് ഇവർക്ക് പേഴ്സണൽ മാറ്ററാണ്. ഇത് അവരുടെ ഒരു ഫാമിലി മാറ്ററാണ്. ഇതിനകത്തൊരു മറ്റൊരു സൈഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതായത് വിജയ് മുഴുനീള രാഷ്ട്രീയക്കാരനായി, സിനിമാ ജീവിതം അവസാനിപ്പിച്ചിട്ട് മുഴുനീള രാഷ്ട്രീയക്കാരനായി മാറിക്കഴിഞ്ഞു. രാഷ്ട്രീയത്തിൽ വന്ന ഉടനെ തന്നെ കരൂർ ദുരന്തം. അവിടെ ഒരുപാട് പേര് മരിക്കുന്നു. അത് അദ്ദേഹത്തിൻ്റെ ഒരു ബ്ലാക്ക് മാർക്കായിട്ട് ഇങ്ങനെ കിടക്കുകയാണ് ആ ഒരു രാഷ്ട്രീയത്തിൻ്റെ ആ ഒരു സ്റ്റാർട്ടിങ് തന്നെ ഇപ്പോഴും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഒരു കാര്യം വരുന്നത്, ഈ ഒരു ഡിവോഴ്സിൻ്റെ കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ തമിഴ്നാട് രാഷ്ട്രീയത്തിൻ്റെ പൊതുവേ ഉള്ളൊരു കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ, അവിടെ രാഷ്ട്രീയവും സിനിമയും എങ്ങനെയാണോ ഒന്നായിരിക്കുന്നത് പോലെ തന്നെ അവരുടെ നേതാവ്, അവർക്കൊരു രാഷ്ട്രീയ നേതാവുണ്ടോ, ആ നേതാവിൻ്റെ ഫാമിലി അതെങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്, അവരെങ്ങനെയാണ് കുടുംബം നോക്കുന്നതെന്നൊക്കെ അവർ ഭയങ്കരമായിട്ട് ഒരുപാട് ശ്രദ്ധിച്ചാണ് ഇരിക്കുന്നത്. അവരുടെ നേതാവിൻ്റെ ജീവിതം എങ്ങനെയാണെന്ന് അവരെപ്പോഴും ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ എലക്ഷൻ ഇവിടെ അടുത്തായി, അതായത് തമിഴ്നാട് എലക്ഷൻ എന്ന് പറഞ്ഞത് വാതിൽ പടിയിലായി. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ വിജയ്ക്ക് ഓൾറെഡി ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ബ്ലാക്ക് മാർക്ക് ഇങ്ങനെ കിടക്കുന്നു. അതിൻ്റെ കൂടെ തന്നെ ഇത് വീണ്ടും ഫാമിലിയിൽ ഇപ്പോൾ ഡിവോഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നു. ഇനിയിപ്പോൾ ഒരു പ്രചാരണത്തിന് പോകുമ്പോൾ ഈ ചോദ്യങ്ങളുണ്ടാവും, അല്ലെങ്കിൽ ഈ ഒരു ചോദ്യം ജനങ്ങളുടെ ഇടയ്ക്ക് നേരിടും. ഇപ്പം രാഷ്ട്രീയത്തിൽ ഇറങ്ങിയപ്പോൾ ഒരിക്കലും വിചാരിച്ച് കാണില്ല ഇത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടാകുന്നു. പക്ഷേ ഇതൊക്കെ വലിയൊരു പ്രശ്നങ്ങളായി മാറാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു വാർത്തയെപ്പറ്റി എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? കമൻറ്റിൽ എഴുതുക കേട്ടോ.